കേരള രാഷ്ട്രീയം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ജൂൺ 19-ാം തീയതി നടക്കാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചും 23-ാം തീയതി നടക്കാനിരിക്കുന്ന ആ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തെക്കുറിച്ചുമാണ്. നിരവധി അവകാശവാദങ്ങൾ ഇടതു വലതു മുന്നണികളും BJPയും മത്സര രംഗത്തുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്താറുണ്ട്. ജനങ്ങൾ അതിനാൽ തന്നെ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ഒരു പ്രീപോൾ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ പ്രീപോൾ സർവേ നടത്തിയിട്ടുള്ളത് ദേശീയ ഏജൻസിയായ ലോക്പോൾ ആണ്. നിരവധി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൃത്യതയോടുകൂടി പ്രവചിച്ച പാരമ്പര്യമുള്ള ഒരു ദേശീയ ഏജൻസിയാണ് ലോക്പോൾ. അതിനാൽ തന്നെ അവരുടെ ഫലങ്ങൾ അല്ലെങ്കിൽ പ്രീപോൾ ഫലങ്ങളെ ഏതാണ്ട് ആധികാരികമായി തന്നെ നമുക്ക് വിലയിരുത്തുവാൻ കഴിയും. ലോക്പോളിന്റെ ഇപ്പോഴത്തെ ഫലപ്രവചനം അനുസരിച്ച് UDF ക്യാമ്പുകളിൽ വലിയ ആഹ്ലാദവും CPMനും BJPക്കും PV അൻവറിനും ഒരുപോലെ നിരാശയുമാണ് ഈ തെരഞ്ഞെടുപ്പ് സമ്മാനിക്കാൻ പോകുന്നത്. ലോക്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് വോട്ട് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണ്. ഇതുമാത്രമല്ല, ഇടതു സ്ഥാനാർത്ഥിയുടെ പരാജയത്തിനുള്ള കാര്യകാരണങ്ങളും അവർ അക്കമിട്ട് നിരത്തുന്നുണ്ട്. ലോക്പോൾ സർവേയുടെ കണ്ടെത്തലുകൾ പ്രകാരം UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് 48% വോട്ടുകൾ സമാഹരിക്കുമെന്നാണ് അവർ പറയുന്നത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ CPM പ്രതിനിധി M സ്വരാജ് ദയനീയമായ ഒരു പ്രകടനമായിരിക്കും കാഴ്ചവെക്കുകയെന്നും കേവലം 37% വോട്ടുകൾ മാത്രമാണ് സ്വരാജിന് സമാഹരിക്കാൻ കഴിയുകയുമെന്നുള്ളതാണ് ലോക്പോളിന്റെ കണ്ടെത്തൽ. ഇവിടെ BJP 5% വോട്ടുകളുമായി 3-ാം സ്ഥാനത്തെത്തുമ്പോൾ PV അൻവർ എന്ന മുൻ MLA കേവലം 4% വോട്ടുകൾ മാത്രം സമാഹരിച്ച് അപ്രസക്തനായി മാറുമെന്നും വിലയിരുത്തപ്പെടുന്നു. വോട്ടിംഗ് ശതമാനത്തെ വോട്ടിന്റെ എണ്ണവുമായി ഒന്ന് കൺവേർട്ട് ചെയ്ത് താരതമ്യപ്പെടുത്തിയാൽ നിലമ്പൂരിൽ നിലവിലുള്ളത് 2,30,000-ലധികം വോട്ടർമാരാണ്. ഏതാണ്ട് 65%-നും 75%-നും ഇടയ്ക്ക് പോളിംഗ് ഉണ്ടായാൽ 1,60,000 മുതൽ 1,70,000 വരെ വോട്ടർമാരായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക. ഈ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഏതാണ്ട് 15,000-നും 20,000-നും ഇടയിലുള്ള ഒരു ഭൂരിപക്ഷം നേടിയായിരിക്കും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക. അതായത് ലോക്പോൾ വിജയിക്കുമെന്ന് പ്രവചിക്കുന്ന UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 75,000 മുതൽ 83,000 വോട്ടുകൾ വരെ സമാഹരിക്കുമ്പോൾ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ ഇടതു പ്രതിനിധി M സ്വരാജ് കേവലം 58,000 മുതൽ 62,000 വോട്ടുകൾ മാത്രമായിരിക്കും സമാഹരിക്കുക എന്നാണ് ഈ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. വോട്ട് കണക്കിൽ ഭൂരിപക്ഷം പരിശോധിച്ചാൽ ആര്യാടൻ ഷൗക്കത്ത് 15,000 മുതൽ 20,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കുമെന്ന് ഈ സർവേയെ അടിസ്ഥാനമാക്കി നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. ഇനി PV അൻവറിലേക്കും BJPയിലേക്കും വരുമ്പോൾ PV അൻവറും BJPയും 7,000 മുതൽ 8,000 വോട്ടുകൾ വരെയായിരിക്കും സമാഹരിക്കുക എന്നാണ് ലോക്പോളിന്റെ ശതമാന കണക്കുകൾ വോട്ട് കണക്കിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ച് 15,000 മുതൽ 20,000 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാൽ അത് ഇപ്പോഴുള്ള നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും. 2011-ലെ മണ്ഡല പുനർനിർണയത്തോടെയാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള നിലമ്പൂർ മണ്ഡലം രൂപീകൃതമായത്. 2011-ൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ UDF ഇപ്പോൾ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് 5,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയത്. എന്നാൽ 2016-ൽ PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണിക്ക് വേണ്ടി രംഗത്തിറങ്ങിയപ്പോൾ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെ 11,500-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. പിന്നീട് 2021-ൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേവലം 2,700 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായ മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിനെ അൻവർ പരാജയപ്പെടുത്തിയത്. ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇപ്പോൾ പ്രവചിക്കപ്പെടുന്ന ഈ ഭൂരിപക്ഷം മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷമായി മാറുന്നത്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ തീരെ മുതലെടുക്കുവാൻ BJPക്കോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവറിനോ സാധിക്കുന്നില്ല എന്നതാണ്. 2021-ലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് BJPക്ക് അവരുടെ വോട്ട് നിലയിൽ കാര്യമായ വർധനവൊന്നും ഈ പ്രീപോൾ സർവേയുടെ ഫലങ്ങൾ പ്രകാരം വരുത്തുവാൻ സാധിക്കുന്നില്ല. മണ്ഡലത്തിൽ 25,000 വോട്ടുകളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നേടിയെടുക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രാജിവെച്ച് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയ PV അൻവറിന്റെ പ്രകടനം അതിലും ദയനീയമാകുകയാണ്. കേവലം 7,000 വോട്ടുകളിലേക്ക് അൻവർ സമാഹരിക്കുന്ന വോട്ടുകൾ കുറഞ്ഞാൽ അത് PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യും. അൻവറിന് ഒരുപക്ഷെ ഇനി ഒരിക്കലും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മുന്നണിയുടെയും ഭാഗമാകുവാനുള്ള സാധ്യതകൾ തന്നെ അടച്ചു കളയുന്നതാണ് ഈ ദയനീയമായ പ്രകടനം. ഇനി നിലമ്പൂരിലെ UDFന്റെ സമഗ്രമായ വിജയത്തിനും LDFന്റെയും ഇതര പാർട്ടികളുടെയും ദയനീയ പരാജയത്തിനുമുള്ള കാരണങ്ങളാണ് ഈ സർവേ ഫലങ്ങൾ പ്രകാരം നാം പരിശോധിക്കാറുള്ളത്.
ഇവിടെ അവർ കൃത്യമായി പറഞ്ഞു വെക്കുന്നു, ഇത് CPM-ഉം കോൺഗ്രസും തമ്മിൽ നേരിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ LDF-ഉം UDF-ഉം തമ്മിൽ നേരിട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. ഇവിടെ CPM-ന്റെ പരാജയത്തിന്, അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ പരാജയത്തിനുള്ള ഒന്നാമത്തെ കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് സ്വരാജ് ഒരു പാരഷൂട്ട് സ്ഥാനാർത്ഥിയാണെന്നുള്ളതാണ്. അതായത് ഇറക്കുമതി സ്ഥാനാർത്ഥി. യഥാർത്ഥത്തിൽ സ്വരാജ് നിലമ്പൂർ സ്വദേശിയാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല പലപ്പോഴും തൃപ്പൂണിത്തറയും തിരുവനന്തപുരവുമെല്ലാമായിരുന്നു. അതിനാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ പ്രചരണം നടക്കുമ്പോൾ ഓരോ വീട്ടിലും കയറിയിറങ്ങി CPM പ്രവർത്തകർ സ്വരാജ് നിലമ്പൂരുകാരനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾ അത് കണക്കിലെടുത്തിട്ടില്ല എന്നാണ് നാം വിലയിരുത്തേണ്ടത്. രണ്ടാമതായി പ്രീപോൾ സർവേ നടത്തിയ ലോക്പാൽ ചൂണ്ടിക്കാട്ടുന്നത് നാഷണൽ ഹൈവേ നിർമ്മാണത്തിലുണ്ടായ അപാകതകളും നാഷണൽ ഹൈവേയുടെ തകർച്ചയുമാണ്. ഇത് കണക്കാക്കി നോക്കുമ്പോൾ ഒരു കണക്കിന് ഈ തിരിച്ചടി CPM-ന് ഉണ്ടാകുവാനുള്ള കാരണമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പബ്ലിസിറ്റി സ്റ്റണ്ടുകളാണ്. യഥാർത്ഥത്തിൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ ഉത്തരവാദിത്വം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ചുമലിലാണ് വരുന്നത്. അതിനാൽ തന്നെ പരാജയമുണ്ടായാലും നിർമ്മാണ തകർച്ചയുണ്ടായാലും അത് അവരുടെ ഉത്തരവാദിത്തമാകുമായിരുന്നു. എന്നാൽ വ്യഗ്രതയോടുകൂടി റിയാസ് പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തി നാഷണൽ ഹൈവേയുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇത്തരത്തിലൊരു ദയനീയ ദുരന്തം അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പൊതുമരാമത്ത് മന്ത്രിയോ മുഖ്യമന്ത്രിയോ CPM-ഓ ഒരിക്കലും വിലയിരുത്തിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതിനാൽ തന്നെ റിയാസിന്റെ നാഷണൽ ഹൈവേ പബ്ലിസിറ്റി സ്റ്റണ്ട് CPM-ന് തിരിച്ചടിയാകുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തെക്കുറിച്ച് അവലോകനം നടത്തുന്ന പാർട്ടി കമ്മിറ്റികളിൽ മുഹമ്മദ് റിയാസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വരുവാനുള്ള സാധ്യതകളും ശക്തമാണ്. മൂന്നാമതായി സർവേ നടത്തിയ ലോക്പാൽ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത് നിലമ്പൂരിലെ വന്യജീവി ആക്രമണങ്ങൾ CPM-നും ഭരണമുന്നണിക്കും വലിയ തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ്. നിലമ്പൂർ ഒരു മലയോര മണ്ഡലമാണ്. ഇവിടെ മനുഷ്യരും വന്യജീവികളും തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങൾ, വോട്ടർമാരുടെ ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന നിരവധി അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിനാൽ തന്നെ ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യുമ്പോൾ വനം മന്ത്രി AK ശശീന്ദ്രന്റെ പ്രകടനങ്ങളും ഇവിടെ ഒരു വിഷയമായി മാറുന്നുണ്ട്. AK ശശീന്ദ്രൻ നടത്തുന്ന നിരുത്തരവാദിത്തപരമായ പ്രസ്താവനകൾ പോലും ഭരണമുന്നണിയായ CPM-ന് വലിയ തിരിച്ചടിയാകുമെന്നാണ് ഈ സർവേയുടെ കണ്ടെത്തൽ. നാലാമതായി ഈ സർവേയിൽ CPM-ന്റെ പരാജയത്തിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് സർക്കാരിനെ കുറിച്ചുള്ള ഭരണവിരുദ്ധ വികാരമാണ്. മറ്റൊരു തരത്തിൽ പിണറായി വിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനം കൂടിയായിരിക്കും നിലമ്പൂരിലെ ഫലമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ മനസാക്ഷിക്കൊപ്പം നിന്നുകൊണ്ടായിരിക്കും നിലമ്പൂരും വോട്ട് ചെയ്യുക എന്നും നമുക്ക് വിലയിരുത്തുവാൻ കഴിയും. ഈ സർവേ പ്രകാരം അവർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് PV അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ CPM-ന് വലിയ തിരിച്ചടിയാകുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുമാണ്. എന്നാൽ ഇതിന്റെ ഗുണഭോക്താവാകുവാൻ അൻവറിന് കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇത്തരത്തിൽ UDF-ന് ഏറ്റവും ആധികാരികമായ ഒരു വിജയവും റെക്കോർഡ് ഭൂരിപക്ഷവുമാണ് ലോക്പോൾ നടത്തിയ പ്രീപോൾ സർവേകൾ വെളിപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ വരാനിരിക്കുന്ന 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂണ്ടുപലകയായി നിലമ്പൂർ ഫലപ്രഖ്യാപനം മാറുകയാണെങ്കിൽ 2026 റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി UDF-ന്റെ അധികാരത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവായിരിക്കും പ്രതീക്ഷിക്കുവാൻ കഴിയുക. ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.